ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോപ്പ് PSC. ഇന്ന് നമുക്ക് കേരളത്തിലെ കുറച്ച് സാംസ്കാരിക കേന്ദ്രങ്ങളും അത് സ്ഥാപിതമായിട്ടുള്ള വർഷവും അതിൻ്റെ ആസ്ഥാനവും പഠിക്കാം. ഫസ്റ്റ് തന്നെ തൃശ്ശൂർ ആസ്ഥാനമായിട്ടുള്ള കുറച്ച് സാംസ്കാരിക കേന്ദ്രങ്ങൾ നോക്കാം. ഒന്ന് കേരള സാഹിത്യ അക്കാദമി. അത് വന്നത് 1956 കേരളം ഫോം ചെയ്ത സെയിം ഇയറിൽ തന്നെയാണ് കേരള സാഹിത്യ അക്കാദമിയും സ്ഥാപിതമാകുന്നത്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് കേരള സംഗീത നാടക അക്കാദമി വന്നത്. അതായത് 1958 കേരള സംഗീത നാടക അക്കാദമി വന്നത്. പിന്നെ 1962 കേരള ലളിത കലാ അക്കാദമി വന്നത്. 1962 കേരള ലളിതകലാ അക്കാദമി വന്നു. ഇനി 1977 സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിതമാകുന്നത്. അതും തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂരുള്ള ആരണാട്ടുകര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് സ്കൂൾ ഓഫ് ഡ്രാമ വന്നത്. 1956 കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായി. 1958 കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായി. പിന്നെ 1962 കേരള ലളിതകലാ അക്കാദമി വരുന്നത്. അത് കഴിഞ്ഞ് 1977 സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിതമാവുന്നത്. ഈ സ്കൂൾ ഓഫ് ഡ്രാമ അരണാട്ടുകരയിലാണ്. ഈ 4 തൃശ്ശൂർ ജില്ലയിലാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, ഇനി തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള 1961 നിലവിൽ വന്ന കേരള സർവ്വവിജ്ഞാനകോശ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർക്കുക. അതുകൂടാതെ 3 കൂടി ഉണ്ട്. 1968 കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുണ്ട്. 1975 കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനും തിരുവനന്തപുരം ആസ്ഥാനമാക്കിക്കൊണ്ട് നിലവിൽ വന്നിട്ടുണ്ട്. പിന്നെ 1981 കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായതും തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള 4 നമ്മൾ പഠിച്ചത്. കേരള സർവ്വവിജ്ഞാനകോശ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതേപോലെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, അതേപോലെ കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരള സർവ്വവിജ്ഞാനകോശ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാവുന്നത് 1961. പിന്നെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അത് വരുന്നത് 1968. 1975 സ്ഥാപിതമായത് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനാണ്. പിന്നെ 1981 കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് 4 തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ളതാണ്. ഓക്കെ, സെറ്റാണല്ലോ. ഇനി നമുക്ക് 3 വേറെ നോക്കാം. വേറെ 3 സാംസ്കാരിക കേന്ദ്രങ്ങൾ. 1979 കേരള മീഡിയ അക്കാദമി സ്ഥാപിതമാവുന്നുണ്ട്. അത് എറണാകുളത്താണ് ആസ്ഥാനം. എറണാകുളത്തുള്ള കാക്കനാട് എന്നുള്ള സ്ഥലത്താണ് കേരള മീഡിയ അക്കാദമി. 1979 സ്ഥാപിതമായത്. പിന്നെ അത് കഴിഞ്ഞാൽ 1995 സ്ഥാപിതമായ ഒരു അക്കാദമിയാണ് കേരള ഫോക്ക്ലോർ അക്കാദമി. കേരള ഫോക്ക്ലോർ അക്കാദമി കണ്ണൂർ ആസ്ഥാനമായിട്ടാണ്. ഇത് PSCന്റെ എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അധികം പക്ഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കേരള ഫോക്ക്ലോർ അക്കാദമീൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്നുള്ളത്. അത് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. കേരള ഫോക്ക്ലോർ അക്കാദമി കണ്ണൂർ ജില്ല. 1995 സ്ഥാപിതമായത്, ഓർത്ത് വെച്ചേക്കാം. ഇനി 1999 വന്നതാണ് മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി. ഇത് കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. മലപ്പുറം ജില്ലയിലാണ് കൊണ്ടോട്ടി. അവിടെയാണ് മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി. 1999 ഇത് സ്ഥാപിതമായത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ കേരളത്തിലെ കുറച്ച് സാംസ്കാരിക കേന്ദ്രങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.